മീനുട്ടി എന്തോ കഴിഞ്ഞ ദിവസം എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ സൗത്തില് ഞാനിങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് പറയാണ്, കുഞ്ഞാറ്റെ അന്വേഷിച്ചായിട്ട് പറയണേ. അപ്പൊ ഞാൻ പറഞ്ഞു, പറയാമേ, ഇതാ ഞാൻ പറഞ്ഞിരിക്കുന്നേ, നീ പറഞ്ഞില്ല എന്ന് പറയരുത്. വേറൊരു കഥയും കൂടി ഉണ്ട് ഞങ്ങളെ. എന്തായിരുന്നു, ഒരു ഓട്ടോയിൽ കയറി എന്തോ ഒരു, അത് എന്റെ അമ്മയുടെ ചേച്ചി ഓട്ടോ ഓടിക്കുകയാണ്. അതായത് എന്റെ വല്യമ്മ ഓട്ടോ ഓടിച്ചോണ്ടിരിക്കുമ്പോ റിലേറ്റീവിനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ വേറൊരു ചേച്ചി കേറി വന്നിട്ട് ഇങ്ങനെ ഓട്ടം പോവാനായിട്ട് കേറിയിരിക്കുകയാണ്. അപ്പൊ റിലേറ്റീവും വല്യമ്മയും കൂടെ സംസാരിക്കണ കേട്ടപ്പോ കുഞ്ഞാറ്റേനെ കുറിച്ചാണ് സംസാരിക്കണേന്ന് ചോദിച്ചു. അപ്പൊ ആന്ന് പറഞ്ഞു. വല്യമ്മനോട് ചോദിച്ചു, കുഞ്ഞാറ്റയുടെ അമ്മയാണോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അല്ല, ഞാൻ കുഞ്ഞാറ്റയുടെ വല്യമ്മയാണെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് പൈസ തന്നിട്ട് പറഞ്ഞു, ഇത് കുഞ്ഞാറ്റക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അയ്യോ, അത് കഴിഞ്ഞിട്ട് നമ്പർ ചേച്ചി തന്നിട്ടുണ്ടായി. ഞങ്ങള് വിളിച്ചിട്ട് കുറെ താങ്ക്സ് പറഞ്ഞു. അപ്പൊ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സാണത്. എന്താ പേര് ചേച്ചിയുടെ? വിജി. വിജിക്ക് ഹായ്. അതേപോലെ തന്നെ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ എനിക്ക് കുറെ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഇതേപോലെ കുറെ പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇവിടെ ഒരു കുഞ്ഞൻ വന്നിട്ടുണ്ടല്ലോ. അതെ, ആദ്യമായിട്ടാണല്ലോ ഇവിടെ കാണുന്നത്. ഹലോ, ഹായ്. കണ്ടാലേ അറിയാം നല്ല കുറുമ്പനാണെന്ന്. ഇതാരാ? മാമന്റെ മോൻ സിദ്ധാർത്ഥ ആര്യൻ, സിദ്ധു എന്ന് വിളിക്കും. ഓ, സിദ്ധാർത്ഥ ആര്യൻ. അപ്പൊ കുഞ്ഞാറ്റസ്, എന്തോ ഏതാണ് പാട്ട്? പൂവുകൾക്ക് പുണ്യകാലം. സബാഷ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് കേൾക്കുന്ന ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. പുണ്യകാലം. നിങ്ങളുടെ റിക്വസ്റ്റ് അന്ന് പറഞ്ഞില്ലായിരുന്നോ, കുറച്ച് മെലഡി ആയിട്ട്. വ്യത്യാസമായിട്ട് അതെ, ആ വ്യത്യാസത്തിൽ ഞാൻ സബാഷ. യെസ്.